വലിയ കാര്യങ്ങൾക്ക് ഒരു ചെറിയ തുടക്കം ആവശ്യമാണ്. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ഒരു വലിയ ജനക്കൂട്ടത്തിന് മുഴുവൻ യേശു ക്രിസ്തു ഭക്ഷണം നൽകിയ വലിയ അത്ഭുതമാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുന്നത്. യേശുവിനെ അനുഗമിച്ച ഒരു വലിയ ജനക്കൂട്ടം, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. വിജനസ്ഥലമായതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു സാധ്യതയില്ല. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് വെറും 7 അപ്പവും കുറച്ച് ചെറിയ മത്സ്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തു ആ 7 അപ്പത്തോടും കുറച്ച് മത്സ്യങ്ങളോടും കൂടെ ദൈവസഹായവും പ്രാർത്ഥനയും ചേർത്ത് വച്ചു. ചെറിയൊരു പ്രവൃത്തി ചെയ്തു. അപ്പോൾ അത് ഒരു വലിയ അത്ഭുതമായി മാറി. നമ്മുടെ പക്കലുള്ളവയെ ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൽ സമർപ്പിച്ചാൽ, കൃതജ്ഞതാ സ്തോത്രം ചെയ്താൽ വലിയ അത്ഭുതം സംഭവിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ചെറിയ തുടക്കങ്ങൾ മികച്ച നേട്ടങ്ങളിലേക്ക് നമ്മെ നയിക്കും എന്ന വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പകർന്നു നൽകുന്നത്. കടുകുമണിയുടെ ഉപമ നാം വായിച്ചിട്ടില്ലേ? ചെറിയ തുടക്കത്തിൻ്റെ മഹിമയാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വെറും 5 രൂപ കൊണ്ട് തൻ്റെ ദൗത്യം ആരംഭിച്ച കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതവും ഇതുതന്നെയല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ കാര്യങ്ങൾക്ക് ഒരു ചെറിയ തുടക്കം ആവശ്യമാണ്. കാത്തിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. നമുക്ക് വേണ്ടതെല്ലാം ലഭിച്ചതിന് ശേഷം പ്രവർത്തിക്കാം എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്നത് നല്ലതല്ല. നല്ലതും ശുദ്ധവുമായ ഉദ്ദേശത്തോടെ, സന്തോഷത്തോടെ, ചെറുതായി ഒരു ചെറിയ തുടക്കം തുടങ്ങുക. അത് തീർച്ചയായും കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടും. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ തുടക്കം തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ആമേൻ.